നിരവധി സ്റ്റേഷനുകൾ വയസ്സായ ഞാൻ എങ്ങോട്ട് പാടി വന്നതാ നീ വാഹനങ്ങൾ തടഞ്ഞു നിയമം എനിക്ക് അറിയാനില്ല ഇപ്പൊ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയല്ല ഉമ്മ ഒരു രാഷ്ട്രീയക്കാരും കുറെ പിന്നെ വീഡിയോക്കാരും കുറെ പത്രക്കാരും വലിയ ത്യാഗത്തിൽ തന്നെ നിൽക്കുന്നു. റിപ്പോർട്ടർ കൊച്ചിന് കൊടുത്തല്ല ഈ നാട്ടുകാരുടെ കാര്യത്തിലൊക്കെ അപ്പൊ അങ്ങനെ ഇടപെടുവോ? നേരത്തെ ഏത് ജോലിയിൽ ഇരുന്നത്? എന്ത് ജോലി ചെയ്തിരുന്നത് നേരത്തെ? പോസ്റ്റാണ്. ആ അമ്മയുടെ പേരെന്താണ് ശരിക്കും? എന്താ പേര് പറ? ഇല്ല പറ പേര് പറ. പേര് പറ. സരസ്വതി. അപ്പൊ ഈ BJP-ക്കാർ അവിടെ നിൽക്കുന്ന ഒരു കൊച്ച് ഈ ഗേറ്റിന്റെ അറ്റത്ത് നിൽക്കുന്നു. ഈ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിൽ ഒരു കൊച്ചു കുട്ടി കല്യാണം കഴിഞ്ഞാന്ന് വരും. ആ കൊച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്നു. പോലീസ് സ്റ്റേഷനിലുള്ളതല്ല, അവിടെയുള്ള പിള്ളേരറിയാം. അമ്മയ്ക്ക് നേരിട്ട് അറിയാം അവരെയൊക്കെ. ഞാൻ ചോദിച്ചു മക്കളെ നിന്റെ വീട്? അത് കണ്ണൂരാണ് അവർ ജോലി. ഞാൻ ചോദിച്ചു നീ ഇവിടെ എങ്ങനെ വന്നു? പോലീസ് യൂണിഫോമിൽ തന്നെ ആയിരുന്നോ? ആ ആ പിന്നെ അന്ന് ഇറങ്ങി ഇങ്ങനെ ഫയർ ചെയ്തെന്താ എല്ലാരും? അങ്ങോട്ട് വന്നതേ ഉള്ളു. വന്നപ്പോ ഇവന്മാരെന്തിനപ്പൊ എനിക്ക് വഴി തരാൻ പറഞ്ഞു. വഴി ഇപ്പം നടയാത്രക്കാരെ തടസ്സപ്പെടുത്തി സമരം ചെയ്തുകൂടാ. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചൂടാ. വാഹനങ്ങൾ തടഞ്ഞു ആ നിയമം എനിക്ക് അറിയാനില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വഴി തരണം, എനിക്ക് അങ്ങോട്ട് പോകണം, ദോശ വാങ്ങിക്കാനാണ്. അങ്ങനെയാണ്. പിന്നെ അവരെ കണ്ടില്ല അവിടെ. എങ്ങോട്ട് പോയെന്നറിയില്ല. ദോശ വാങ്ങാൻ പോയതാണ്. എനിക്ക് വൈകിട്ട് തിന്നാൻ കടയുണ്ട് ഒരു കുഴിയിലിരിക്കുന്നു. എവിടെ അമ്മയുടെ സ്ഥലം എവിടെയാണ്? അട്ടിയൂർക്കാവില്ല തന്നല്ലേ? അവിടെ ദോശ ഇട്ടും ചമ്മന്തി ഇട്ടും 2 ദോശ വാങ്ങിച്ചാൽ ഇത്ര പൊതിയിലും നല്ല നാടൻ ചമ്മന്തി ഉണ്ട്. അതിൽ മായമൊന്നുമില്ല. അവിടെ ഒരു കടയുണ്ട്, അവിടെയാണ് അവിടുത്തെ എല്ലാ ആളുകളും. ഞാൻ 2 ദോശ വാങ്ങിക്കുന്നത്. അന്ന് ഈ ചാനല് മൊത്തം അമ്മയായിരുന്നല്ലേ? അപ്പൊ എല്ലാരും പൊരിച്ചളഞ്ഞു. അപ്പൊ ഒരു റിപ്പോർട്ടർ കൊച്ചിനും കൊടുത്തല്ല, നീ ഏതാണ് ഈ നെത്തോലിയുടെ അത്ര ഉള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? എല്ലാത്തിനും പൊട്ടിച്ച പറപ്പിച്ച. ഈ നിയമങ്ങളൊക്കെ അറിയാമോ? അമ്മയ്ക്ക് അറിയാമോ? അതെങ്ങനെ അറിയാം? ശരി ശരി. എനിക്കെല്ലാം അറിയാം. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി അറിയാം. ഓ അപ്പൊ അതിന്റെ ഒരു തീ ഉണ്ട്. പിന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യും. അതൊരു കാര്യം. ഇപ്പൊ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയല്ല. മുരളിയാണ് നമ്മളെ പല MLA. നല്ല പയ്യൻ തന്നെ. ഹെൽത്ത് മിനിസ്റ്റർ അല്ലേ? അപ്പൊ ഈ നമ്മളെ ഞാൻ താമസിക്കുന്ന റോഡില് പേരൂക്കട വട്ടിയൂർക്കാവ് റോഡ് 11 കാലം കഴിഞ്ഞ് മുകളിലേക്ക് പോകണം. അവിടെ നെട്ടയത്തുള്ളവരും മലമുകളിലുള്ളവരും മണികണ്ഠേശ്വരത്തുള്ളവരെല്ലാം ഇടയ്ക്ക് ഒരുപാട് കൊച്ചു റോഡുകളുണ്ട്. അതിൽ കൂടി നടന്നു വന്നാണ് ഈ ഞാൻ പറയുന്ന സ്ഥലത്ത് ഒന്ന് ബസ് കയറി കവടിയാറ് വഴി കറങ്ങി പോണ ബസ്സിലൊക്കെ വരാം. എല്ലാവരും വന്നു. അവിടെ ഒരു വീട്ടുവേലക്കാരാണുള്ളത്, പെണ്ണുങ്ങളെ കാലത്ത്. അവിടെ ഒരു ബസ്സില്ലേ ഇപ്പൊ പ്രിയദർശിനി, അതിന് പറയാൻ വന്നതാണ്. അവിടെ വരാനായിട്ട്. ഓ അങ്ങനെ അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഈ ആട്ടോയിൽ പോണെങ്കിൽ എവിടെ വന്നാലും ഇവിടെ ഇടക്കൂടിയാ 30 രൂപ ആണ്. അത് നേരത്തെ അങ്ങനെ തന്നെ നമ്മള് ഇപ്പോഴല്ല ഞാൻ കമ്മ്യൂണിറ്റി ആയത്. ഞാൻ എത്രാമത്തെ വയസ്സ് തൊട്ട്? 23 വയസ്സ് തൊട്ടേ കമ്മ്യൂണിറ്റി.